ചിക്കൻ സൂപ്പിൻ്റെ വഴിയിലൂടെ വന്ന് പാതി വഴിയിൽ യൂ ടേൺ അടിച്ച് ചിക്കൻ കറിയാക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടോ? ഇല്ലെങ്കിൽ അതും ചെയ്യും ഈ സക്കീർ ബായ്. അങ്ങനെ ഒരു അത്ഭുത പ്രതിഭാസം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇവിടെ കമോൺ. വേവിച്ച് വെച്ച ചിക്കനിലേക്ക് നമുക്ക് മസാല ചേർക്കാം. ഇനി മസാലയും ചിക്കനും തമ്മിൽ ഗൗരവമായ ഒരു ചർച്ചയിലാണ്. 5 മിനിറ്റ് കഴിഞ്ഞ് അവർ പുറത്തിറങ്ങും. സമാധാനമായിട്ടിരിക്കട്ടെ, ഒന്ന് റെസ്റ്റ് കൊടുത്തതാ. എങ്ങനെയുണ്ട് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ? ഇഷ്ടമായോ? ശേഷം ചിക്കൻ ഇട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്യാം. എന്നിട്ട് അതേ പാൻ തന്നെ ചൂടാക്കാൻ വെക്കാം. എന്നിട്ട് നമുക്ക് പാനിനോട് തന്നെ ചോദിക്കാം, മോനെ കുട്ടാ നീ റെഡിയല്ലേ എന്ന്. സോ ലെറ്റ്സ് പുട്ട് ദ ഇൻഗ്രീഡിയൻസ്. ആദ്യം ഓയിൽ ഒഴിക്കുക. എന്നിട്ട് സബോളയുടെ എൻട്രിയാണ്. പുള്ളിയാണല്ലോ മെയിൻ ക്യാരക്ടർ. അപ്പോൾ പിന്നെ പുള്ളി ഒഴിവാക്കാൻ പറ്റുമോ? അതൊന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് തന്നെ തുടങ്ങാം. അതിന് പിന്നാലെ മുളക് പൊടി അങ്ങോട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക. കൂടെ നല്ലൊരു മണത്തിന് വേണ്ടി മസാലപ്പൊടിയും. ഇനി ഇവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ദേണ്ടടാ ഇവിടെ വേറൊരു സാധനം. ഷടാ, ഇവനെ ഞാൻ മറന്നല്ലോ. ഇനിയിപ്പോൾ ഇവിടെ കിടക്കട്ടെ. ഇനി ബാക്കിയുള്ള ആ തക്കാളി കൂടെ നമുക്ക് ഇടാം. അയ്യോ, ഇവനില്ലാതെ എന്ത് ചിക്കൻ കറി? അപ്പോൾ ഇവനും കൂടെ അങ്ങനെ കിടക്കട്ടെ. ഇനി മിക്സ് 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 മിക്സ്. ഇനിയാണ് മക്കളെ ആ വലിയ ട്വിസ്റ്റ് ഉള്ളത്. ഞാൻ ആദ്യം പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ആ ഒരു യൂ ടേൺ. ചിക്കൻ വേവിക്കാൻ വേണ്ടി വെള്ളം ഒഴിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിവിടെ ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ ചിക്കനെ മുങ്ങിക്കുളിപ്പിക്കാൻ കാശിയിലേക്ക് വിടുന്നതല്ല. സോ 2 ബക്കറ്റ് വെള്ളത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അതിൽ. ഇപ്പം കാര്യം പിടികിട്ടിയെന്ന് തോന്നുന്നു. ഈശ്വര, ഇതെൻ്റെ ഐഡിയ ആയിപ്പോയി. ഈ വെള്ളം വറ്റിക്കാൻ പുറത്തുനിന്ന് ആളെ വിളിക്കേണ്ടി വന്നാൽ എല്ലാവരും വിചാരിക്കും ഞാനിവിടെ എന്തോ പമ്പ് സെറ്റ് വെച്ച് കൃഷി ഇറക്കിയതാണെന്ന്. വറ്റി തുടങ്ങുന്നുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് ഇടാം ചിക്കൻ. അതിനു വേണ്ടിയാണല്ലോ നമ്മൾ ഈ 2 ബക്കറ്റ് വെള്ളം ഒഴിച്ചത്. ഇനി നന്നായി അടച്ചു വെച്ച് വേവിക്കാം. സമയമെടുക്കും. അത്യാവശ്യം നന്നായി സമയമെടുക്കും. വറ്റി വരണമല്ലോ, ടൈം എടുക്കും. ഒടുവില കടലങ്ങ് വറ്റി കര കണ്ടുപിടിച്ചിരിക്കുന്നു. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നമ്മുടെ ചിക്കൻ കറി ഇതാ സുരക്ഷിതമായി കരയ്ക്കടുത്തിരിക്കുന്നവരെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അപ്പം നമ്മുടെ ഈ ഒരു ചിക്കൻ കറിക്കൊരു പേരിടണമല്ലോ. അപ്പം നമുക്ക് എന്തിടാം? റിവേഴ്സ് സ്റ്റൈൽ ചിക്കൻ എന്ന് നമുക്ക് വിളിക്കാം. കാരണം ആ വെള്ളം വറ്റിക്കാൻ നമ്മൾ നടത്തിയ പോരാട്ടം ചരിത്ര പുസ്തകത്തിൽ രേഖപ്പെടുത്തേണ്ടത് തന്നെയാണ്. ഇനി പറ, ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഉണ്ടോ?